അതായത് കഴിഞ്ഞ 17-ാം തീയതി രാവിലെ ഒരു മുഹമ്മദ് ഹനീഫ് എന്ന ഒരാൾ, ആദ്യം ആളെ തിരിച്ചറിഞ്ഞിരുന്നില്ല, ഒരാളെ കാസർഗോഡ് കറന്തക്കാട് ഉടുപ്പി ആര്യഭവൻ ഹോട്ടലിന് മുമ്പിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ കോൾ വരികയും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് മംഗലാപുരം അന്വേഷിച്ചപ്പോൾ മംഗലാപുരം ചെക്ക് പോസ്റ്റ് പാസ്സായി പോയിരുന്നു. അതിനുശേഷം SP സാറ് നമ്മുടെ കർണാടകത്തിലെ പോലീസുമായി ബന്ധപ്പെട്ട് അവിടെ സക്ലേഷ് അവിടെ തടഞ്ഞു നിർത്തി. ഞങ്ങൾ പോയി അവിടെ അതിനുശേഷമുള്ള അന്വേഷണത്തിലാണ് മനസ്സിലായത് ഇത് പഴയ നോട്ട് ഡീലിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും അങ്ങനെ ഇവിടെ ഒരാളെ ഇവിടുത്തെ ടീം ഒരാളെ ഇവിടെ തടവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന കൂട്ടത്തിലാണ് ഇവിടെയുള്ള ഒരുത്തരെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയതെന്ന് മനസ്സിലായി. അങ്ങനെ ഈ സിദ്ധണ്ണ ഓങ്കാർ എന്ന് പറയുന്ന ആന്ധ്രക്കാരൻ ഒരാളുടെ പരാതി പ്രകാരമാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിൽ ഞങ്ങൾ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷെരീഫ്, വിജയൻ, നൂറുദ്ദീൻ, പിന്നെ ഹനീഫിനാണ് മറ്റേതിൽ തട്ടിക്കൊണ്ടത്. അപ്പോൾ ഇതിൽ ഇവരോട് പറഞ്ഞത് പഴയ നമ്മുടെ പ്രചാരത്തിലുണ്ടായിരുന്ന പഴയ നിരോധിക്കപ്പെട്ട നോട്ട് 1 കോടി നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതായത് 2 കോടിക്ക് 1 കോടി പുതിയ പൈസ കൊടുക്കുന്നതാണ് ഇവരോട് പറഞ്ഞത്. അങ്ങനെ ഇവർ ഈ പറയുന്ന ഷെരീഫിന് ആദ്യം 1 ലക്ഷം രൂപ പിന്നെ 6 ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരാൾ വന്ന് ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇത് ഫേക്ക് നോട്ടാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവർ തിരിച്ചു പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിലാണ് ഒരാളിവിടെ തടഞ്ഞു വെക്കലും മറ്റവർ ഇവരെ കൂടെയുള്ള ഒരാളെ എടുത്തു കൊണ്ടുപോയി ചെയ്തു. അങ്ങനെ അന്വേഷണം നടത്തിയതിൽ ഈ വിജയ് എന്ന് പറയുന്ന ചെർക്കള കോലാച്ചെടുക്കം സ്വദേശി അവരെ വീട്ടിൽ നിന്ന് പിന്നെ 2000-ൻ്റെ ഒരു 2600 പഴയ നോട്ടുകളും 1000-ൻ്റെ ഒരു 120ഓളം നോട്ടുകളും 500-ൻ്റെ ഒരു 400 നോട്ടുകളും ഞങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോട്ട് എണ്ണുന്ന ഒരു മെഷീൻ. അപ്പോൾ അതിൻ്റെ ഇത് പ്രിന്റ് ചെയ്ത സ്ഥലവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. പഴയ നോട്ടുകളാണോ അതോ കള്ള നോട്ടുകളാണോ? അതായത് പഴയ നിരോധിക്കപ്പെട്ട നോട്ടുകളുടെ ഫേക്ക് നോട്ടുകളാണ്. ഇത് നമ്മുടെ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലേക്ക് മുൻപ് ഇത്തരത്തിൽ 2000-ൻ്റെ വ്യാജ നോട്ടുകൾ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായിട്ട് ഇതിൽ ഏതെങ്കിലും അതുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾ ഇതിനകത്ത് പ്രതി പുറത്തേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? ഈ സംഘത്തിന് പുറത്തേക്ക് അന്വേഷണം നോക്കും. അവർ ഈ നിരോധിച്ച നോട്ടുകൾ യഥാർത്ഥ നോട്ടുകൾ ഇവരുടെ പക്കലുണ്ടോ? അല്ല, ഇത് യഥാർത്ഥ നോട്ട് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ അവരോട് പറയുന്നത്. അതിന്റെ യഥാർത്ഥ നോട്ട് ഒരു 2 കോടി നോട്ട് ഇവർ കൈമാറുമ്പോൾ 1 കോടി ഇവർക്ക് പുതിയ ക്യാഷ് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അതിൽ കുറച്ച് ക്യാഷായിട്ട് ബാക്കി ഓൺലൈൻ ട്രാൻസ്ഫർ കൊടുക്കുന്നതാണ് ഇവർ തമ്മിലുള്ള നേരത്തെ ഡീൽ. അപ്പോൾ ഈ ആന്ധ്ര സംഘത്തിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ വ്യാപകമായി ഫേക്ക് കറൻസി ഇവിടെ തന്നെ ഉണ്ടാക്കിയത് നിർമ്മിക്കുകയാണ്. അതിലൊക്കെ അന്വേഷണം കൂടുതൽ ഏകദേശം മുഴുവൻ കള്ളനോട്ടുകളാണ്. നോട്ട് എണ്ണുന്ന മെഷീൻ കണ്ടെടുത്തിട്ടുണ്ട്. നോട്ട് പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതാണ്. ഞങ്ങൾ വിചാരിക്കുന്ന ഇവിടെ എവിടെ ആയിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത് അന്വേഷിക്കാൻ സ്വാഭാവികമായിട്ടേ ഈ ആന്ധ്ര സംഘം ഇങ്ങനെ ഇവിടെ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിടിയിലായ സംഘം മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക. കൂടുതൽ അന്വേഷിക്കാൻ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുന്നത് കൂടുതൽ അന്വേഷണം കൂടുതൽ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നിരോധിച്ച നോട്ട് മാത്രമാണ് മറ്റ് കള്ളനോട്ടിന് ഇതുവരെ വരുന്നത്. നിരോധിച്ച നോട്ട് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ സീസ് ചെയ്തിട്ടുള്ളത്. പഴയ പ്രചാരത്തിലുണ്ടായിരുന്ന നോട്ട് മാത്രമാണ് ഇപ്പോൾ സീസ് ചെയ്തത്. നിലവിലുള്ള നോട്ടുകൾ കിട്ടിയില്ല. ഈ ആന്ധ്ര സംഘത്തിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം അതും അന്വേഷണം നടക്കണം. 2 കേസുകളുണ്ട്. 2 തട്ടിക്കൊണ്ടുപോയത് ഇത് രണ്ടാമത്തെ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ട് ഈ പിടിച്ചെടുത്ത കള്ളനോട്ടുകൾക്കൊക്കെ? പെർഫെക്ഷൻ വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മളൊരു കള്ളനോട്ടായി യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര പെർഫെക്ഷൻ ഇല്ല. പക്ഷെ എന്നാലും കള്ളനോട്ട് തന്നെയാണ്. ഒരാൾ പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ നോട്ടാന്ന് തോന്നുന്ന രീതിയിലുള്ള കള്ളനോട്ടാണ്. തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്ന മാർഗം ഈ സാങ്കേതികത ഉപയോഗിച്ചിട്ടുണ്ടോ? അതായത് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു കൊടുത്തിട്ടാണോ അവരെങ്ങോട്ട് ആകർഷിച്ചത്? അതാണ് അവരെ രീതി. അങ്ങനെയാണ് അവരുടെ രീതി. അതായത് ഒരാൾ വന്ന് ഇവിടെ കള്ളനോട്ട് ഈ ഒറിജിനൽ നോട്ടാന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് അതിനെ ഇയാൾ പരിശോധിച്ച് ഓക്കെയാണെന്ന് പറഞ്ഞ് അത് അവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഇവർ ബാക്കി ഡീൽ ചെയ്യുന്നത്.
നേരത്തെ കേസുണ്ട്. സ്വാഭാവികമായിട്ടൊരു സംശയം, ഇതിപ്പോ ഫേക്ക് കറൻസി അല്ല, ഇവരിവിടുന്ന് നിരോധിച്ച നോട്ടുകൾ തന്നെയാണ് ആന്ധ്ര സംഘത്തിന് കൈമാറിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് എന്താണ് ലാഭം? അവരെന്ത് ഇടപാടായിരിക്കും അത് നടത്തുക? അവര് അങ്ങനെ കൈമാറുന്ന ആൾക്കാർ RBIയിൽ കണക്ഷൻ ഉണ്ടെന്നും RBI ത്രൂ ഇത് നല്ല നോട്ടാക്കി മാറ്റാമെന്നും പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യിക്കുന്നത്. അത് ഞങ്ങളുടെ ഏജൻസിനെ ഞങ്ങൾ തരാം, നിങ്ങൾ അത് ഡീൽ ചെയ്താൽ മതി എന്നാണ് ഇവർ പറയുന്നത്. ഇവർ പണം കൊടുത്താൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അതിന് ബാക്കി ഇടപെടും. ഓക്കെ സാർ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു.